കാരണം ഈ കൊല്ലത്തെ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ക്രൈം നടന്നിട്ടുള്ളത് എന്നാണല്ലോ പരാതിക്കാരി പറയുന്നത്. ആ രീതിയിൽ ആ ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും അന്വേഷണം അതിനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? കാരണം സിദ്ദിഖിന്റെ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവുകളൊക്കെ ശേഖരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ കൊല്ലം കേന്ദ്രീകരിച്ച് ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാന ഘടകമായി വരുന്നത് ഹോട്ടൽ തന്നെയാണ്. കാര്യം ഹോട്ടലിലാണ് ഈ സംഭവം നടന്നു എന്ന് പരാതിയുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ, ഹോട്ടലിലെ മറ്റ് രേഖകൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. അവിടുത്തെ മാനേജർ, ജീവനക്കാരടക്കമുള്ള ആൾക്കാരുടെയൊക്കെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ. അതിനുശേഷം ഈ FIR നേരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ്. അത് കൈമാറിയ ശേഷം ആ അന്വേഷണ സംഘമായിരിക്കും പള്ളിത്തോട്ടത്ത് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ ഹോട്ടലിൽ എത്തി വിവരങ്ങൾ ശേഖരിക്കുക. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിന്റെ കേസിൽ ഉണ്ടായ സമാനമായ രീതിയിൽ വേഗത്തിൽ തന്നെ ആ വിവരങ്ങളും തെളിവുകളും ശേഖരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 354(1)(a) എന്ന് പറഞ്ഞ വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതായത് ലൈംഗിക അതിക്രമം നടത്തിയ വളരെ ക്രൂരമായ രീതിയിൽ ഉള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാതൃഭൂമിയോടക്കം ഈ യുവതി വെളിപ്പെടുത്തിയതാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ മൊഴിയിലും നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ശരി, അനന്തകൃഷ്ണൻ കൂടി തുടരുന്നുണ്ട്. അനന്തൻ, നിർണായകമായ മൊഴിയെടുപ്പ് ഇന്ന് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. എന്തെല്ലാമാണ് ഇതിൽ പരാമർശിക്കുന്നത്? ഒരുപക്ഷെ മാധ്യമങ്ങളിൽ പോലും പറയാത്ത വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ മൊഴിയിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പൂജ, മാധ്യമങ്ങളിലൂടെ വന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ സിനിമാ മേഖലയിലെ ഈ ലൈംഗിക അതിക്രമം സംബന്ധിച്ചുള്ള അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. 4 വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മാധ്യമങ്ങളിലൂടെ ഈ താരങ്ങൾ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിന് അപ്പുറം ഈ മൊഴിയെടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമങ്ങളോട് പറയുന്നതിന് ഉള്ള ഒരു പരിമിതിയുണ്ട്. അതേസമയം മൊഴി പോലീസിന് മുന്നിൽ നൽകുമ്പോൾ വിശദമായി തന്നെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ കൃത്യമായി നടന്ന കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് വിശദമായ മൊഴികളാണ് ഈ പരാതിക്കാരെല്ലാം നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ സിദ്ദിഖിൻ്റെ കേസ് തന്നെ എടുത്താൽ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിനപ്പുറം ക്രൂരമായ ആക്രമണങ്ങളുടെ വിവരണമാണ് ആ മൊഴിയിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗ കേസ് തന്നെ സിദ്ദിഖിനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നിപ്പോൾ സിദ്ദിഖിനെതിരെയുള്ള കേസിൽ പ്രധാനപ്പെട്ട ഒരു പുരോഗതി ഉണ്ടായത് സംഭവം നടന്ന ഈ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് സാഹചര്യ തെളിവുകൾ ഉതകുന്ന രീതിയിലുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു എന്നുള്ളതാണ്. സിദ്ദിഖും ഈ പരാതിക്കാരിയും ഒരേ സമയം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു, ഒരേ ദിവസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ഭാഗത്ത് മൊഴിയെടുപ്പും FIR രജിസ്റ്റർ ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകൾ കൂടി പരമാവധി അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. കാരണം പല പരാതികളിലും പറയുന്ന സംഭവങ്ങൾ നടന്നിട്ടിപ്പോൾ വർഷങ്ങൾ പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി കിട്ടുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ നടപടി. കൂടുതൽ തെളിവുകൾ കിട്ടുക വെല്ലുവിളിയാണ്. കാരണം പല സംഭവങ്ങളും നടന്നത് വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് കൃത്യമായ അവധാനത്തോടെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കൊല്ലത്തെ ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു ക്രൈം നടന്നിരിക്കുന്നത് എന്നാണ് പരാതിക്കാരി പറയുന്നത്. ഇന്ന് സിദ്ദിഖിന്റെ ആ ഒരു പരാതിയിൽ ആ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കണ്ട രീതിയിൽ തന്നെ കൊല്ലത്തെ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചും നിർണായകമായ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് പോകും.